അധ്യാപകന്മാരിൽ 60% മാനസിക രോഗികളും ഞരമ്പ് രോഗികളുമാണ്. പണ്ട് ദ്രോണാചാര്യരിൽ തുടങ്ങി ഇന്ന് AK റാമിൽ വന്ന് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു സാധു പിന്നോക്ക സമൂഹത്തിൽ പിറന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. പിന്നോക്കക്കാർ ഉന്നമനത്തിൽ വരുന്നത് ഒരു കാരണവശാലും അനുവദിക്കരുത് എന്ന മനോഭാവം നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അതിനെതിരെ പടപൊരുതേണ്ട സമയമാണ്. ആ പടപൊരുതേണ്ട സമയത്ത് ഇന്നലെ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന ഹർത്താലിനെ അവജ്ഞയോടെ പ്രതികാര മനോഭാവത്തോടെ നേരിടുന്ന കേരളത്തെയാണ് നാം കണ്ടത്. ഇത് അങ്ങേയറ്റം ലജ്ജാകരവും അപലപനീയവുമാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ് അഞ്ചരക്കണ്ടി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. 300 ഏക്കർ ഭൂമിയാണ് അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. സമൂഹത്തിൽ പണവും സ്വാധീനവുമുള്ളവന് എന്തും ചെയ്യാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അത്. പിന്നോക്കക്കാരൻ എന്നും പിന്നോക്കക്കാരനായി ജീവിക്കണമെന്നുള്ള മനോഭാവം ഓരോ വ്യക്തികളും അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രമേ സമൂഹത്തിൽ ഉന്നമനമുണ്ടാവുകയുള്ളൂ. നിതിൻ രാജിൻ്റെ കുടുംബത്തിനും ഏറ്റ ദുഃഖത്തിനും അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ ഉച്ചനീചത്തിനെതിരെയും പ്രതികരിക്കേണ്ട സമയം സമാഗതമായിരിക്കുകയാണ്.